Hello guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കളർ ഗ്രേഡിംഗ് സീരീസിന്റെ എപ്പിസോഡ് 7th വീഡിയോ ആണ്. ആൻഡ് ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിനുള്ള കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്ന കേർവ്സിനെ കുറിച്ചാണ്. ആൻഡ് നമ്മൾ കേർവ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ RGB കേർവ്സ് ആൻഡ് ഹ്യൂ സാച്ചുറേഷൻ കേർവ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ RGB കേർവ്സ് എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെയാണ് RGB കേർവ്സ് വർക്ക് ചെയ്യുന്നത്, ഓൾസോ ഹ്യൂ സാച്ചുറേഷൻ കേർവ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചായിരിക്കും നോക്കാൻ പോകുന്നത്. ആൻഡ് എങ്ങനെ നമുക്ക് കേർവ്സ് ഉപയോഗിച്ച് കളർ ഗ്രേഡ് ചെയ്യാം ആൻഡ് കളർ കറക്റ്റ് ചെയ്യാം, ഓൾസോ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ആദ്യം നമ്മൾ കേർവ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് RGB കേർവ്സ് ആൻഡ് ഹ്യൂ സാച്ചുറേഷൻ കേർവ്സ് കാണാം. ആദ്യം നമുക്ക് RGB കേർവ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുവാണെങ്കിലും, എക്സാമ്പിൾ ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം അല്ലെങ്കിൽ ഡാവിഞ്ചി റിസോൾവ്, ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുവാണെങ്കിലും കേർവ്സിൻ്റെ വർക്കിംഗ് ഒക്കെ സെയിം ആണ്. ആൻഡ് നമുക്ക് കേർവ്സിൽ ആദ്യം RGB കേർവ്സ് കൊടുത്തിട്ടുണ്ട്, ദെൻ റെഡ് ചാനൽ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ചാനൽ കൊടുത്തിട്ടുണ്ട്, ആൻഡ് ബ്ലൂ ചാനൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ബേസിക് കറക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. അവിടെ നമ്മൾ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം നോക്കിയായിരുന്നു. എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, വൈറ്റ്സ്, ബ്ലാക്സ്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കേർവ്സ് ഉപയോഗിച്ച് ചെയ്യാം. ആൻഡ് കേർവ്സ് ഉപയോഗിച്ച് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാം, കളർ കറക്റ്റ് ചെയ്യാം, ഈവൻ വൈറ്റ് ബാലൻസ് വരെ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കേർവ്സ് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് അറിയണം. സോ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേർവ്സിനെ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ടോപ്പ് പോർഷൻ വൈറ്റ്സ്, പിന്നെ വരുന്ന ഹൈലൈറ്റ്സ്, പിന്നെ മിഡ് ടോൺസ്, പിന്നെ ഷാഡോസ്, ഏറ്റവും ബോട്ടം പോർഷനിൽ ബ്ലാക്സ്. ആൻഡ് നമുക്ക് കേർവ്സിൽ ഹൊറിസോണൽ ആയിട്ടൊരു ലൈൻ കാണാം. ആൻഡ് ടോപ്പ് റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് കാണാം, അതാണ് വൈറ്റ്സ്. ഓൾസോ ബോട്ടം ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് കാണാം, അതാണ് ബ്ലാക്സ്. ആൻഡ് എനിക്ക് ഈ വീഡിയോയുടെ എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഹൊറിസോണ്ടൽ ലൈൻ മുകളിലേക്ക് മാറ്റിയാൽ മതി. അതായത് ഈ ബ്ലൂ ലൈനിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീഡിയോയുടെ എക്സ്പോഷർ ഇൻക്രീസ് ആവും. ആൻഡ് ഈ ബ്ലൂ ലൈനിൻ്റെ താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വീഡിയോയുടെ എക്സ്പോഷർ ഡിക്രീസ് ആവും. ആൻഡ് എനിക്കിവിടെ വൈറ്റ്സ് മാത്രം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ വൈറ്റ് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇവിടെ വീഡിയോയുടെ വൈറ്റ്സ് ഇൻക്രീസ് ആണെന്ന് കാണാം. ഓൾസോ എനിക്ക് വീഡിയോയുടെ ബ്ലാക്ക്സ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ബ്ലാക്ക് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ്. എനിക്ക് ബ്ലാക്ക്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓൾസോ എനിക്ക് വൈറ്റ്സ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. ആൻഡ് ഈ പോയിന്റ്സ് എനിക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് നമ്മൾ വൈറ്റ്സും ബ്ലാക്ക്സും അഡ്ജസ്റ്റ് ചെയ്ത പോലെ നമുക്ക് മിഡ് ടോൺസ്, ഹൈലൈറ്റ്സ്, ഷാഡോസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ വീഡിയോയിൽ ഷാഡോസ് ഒന്ന് ഡിക്രീസ് ചെയ്യണം. നമുക്കറിയാം ഇതാണ് ഷാഡോ ഏരിയ. സോ ഞാൻ ഷാഡോ ഏരിയയിൽ ഒരു പോയിന്റ് സെറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കിത് ഡിക്രീസ് ചെയ്യാം. ആൻഡ് നമ്മളിവിടെ ഷാഡോ ഡിക്രീസ് ചെയ്തപ്പോൾ ഇവിടെ മിഡ് ടോൺസും ഹൈലൈറ്റ്സും കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്കത് കുറയണ്ട. സോ നമുക്ക് മിഡ് ടോൺസിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കത് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കാം. ഓൾസോ നമുക്ക് ഹൈലൈറ്റ്സിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ടത് പഴയ പൊസിഷനിൽ കൊണ്ടുവെക്കാം. സോ നമ്മൾ ഈ വീഡിയോയിൽ ഷാഡോസ് കുറച്ച് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് വീഡിയോയിൽ ഹൈലൈറ്റ്സ്, മിഡ് ടോൺസ്, ഷാഡോസ്, ബ്ലാക്ക്സ്, വൈറ്റ്സ് ഇതെല്ലാം കേർവ്സ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എനിക്ക് ഹൈലൈറ്റ്സ് കുറച്ച് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ഹൈലൈറ്റ്സിൻ്റെ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഹൈലൈറ്റ്സ് ഇൻക്രീസ് ആകുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. ബിഫോർ, ആഫ്റ്റർ. ഇനി നമുക്കിവിടെ RGB കേർവ്സ് അല്ലാതെ റെഡ് ചാനൽ, ഗ്രീൻ ചാനൽ ആൻഡ് ബ്ലൂ ചാനൽ സെപ്പറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയണം. റെഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് സയാൻ, ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ആണ് മജൻഡ, ആൻഡ് ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ആണ് യെല്ലോ. അതായത് RGBയുടെ ഓപ്പോസിറ്റ് ആണ് CMY. ഇത് ഓർത്തിരിക്കണം, ഒരിക്കലും മറന്നുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ ഇവിടെ റെഡ് ചാനൽ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വീഡിയോയിൽ റെഡ് കളർ കൂടും. ആൻഡ് റെഡ് ചാനൽ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ സയൻ കളർ വരും. ആൻഡ് അതുപോലെ തന്നെ ഗ്രീൻ ചാനൽ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വീഡിയോയിൽ ഗ്രീൻ കളർ കൂടും. ആൻഡ് ഗ്രീൻ ചാനൽ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ മജൻഡ കളർ വീഡിയോയിൽ വരും. ആൻഡ് അതുപോലെ ബ്ലൂ കളർ ഞാൻ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വീഡിയോയിൽ ബ്ലൂ കളർ വരും. ആൻഡ് ബ്ലൂ ചാനൽ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ വീഡിയോയിൽ യെല്ലോ കളർ വരും. ആൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഓർത്തിരിക്കുക. RGB, CMY. ആൻഡ് നമ്മൾ RGB കർവിൽ ചെയ്ത പോലെ തന്നെ ഈ 3 ചാനൽസിലും ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഹൈലൈറ്റ്സിലെയും ഷാഡോസിലെയും മിഡ് ടോൺസിലെയും എല്ലാം കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ വീഡിയോയിൽ ഷാഡോസിൽ ഒരു റെഡ് കളർ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഇവിടെ റെഡ് ചാനൽ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് മിഡ് ടോൺസിലും ഹൈലൈറ്റ്സിലും ഓരോ പോയിന്റ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഷാഡോസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ഷാഡോസിൽ ഒരു റെഡ് കളർ വന്നിരിക്കുന്നതാണ്. ആൻഡ് എനിക്ക് ഹൈലൈറ്റ്സിൽ ഒരു യെല്ലോ കളർ കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ആണ് യെല്ലോ. സോ നമുക്ക് ബ്ലൂ ചാനൽ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഷാഡോസിലും മിഡ് ടോൺസിലും ഓരോ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഹൈലൈറ്റ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. സോ ഹൈലൈറ്റ്സിൽ ഒരു യെല്ലോ കളർ വരുന്നത് കാണാം. സോ ഇങ്ങനെയാണ് RGB കേർവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് RGB കേർവ്സിനെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് അടുത്തായിട്ട് ഇവിടെ കേർവ്സ് ടാബിൽ ഹ്യൂ സാച്ചുറേഷൻ കേർവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ കുറേ കേർവ്സ് കാണാം. ഫസ്റ്റ് ഇവിടെ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ കേർവ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹ്യൂ വേഴ്സസ് ഹ്യൂ കർവ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹ്യൂ വേഴ്സസ് ലൂമ, ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ,
ആൻഡ് സാച്ചുറേഷൻ വേഴ്സസ് സാച്ചുറേഷൻ കർവ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ 3 ടേംസിനെ പറ്റി അറിയണം: ഹ്യൂ, ലൂമ ആൻഡ് സാച്ചുറേഷൻ. ആൻഡ് ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ പറയാം. ഹ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറാണ്, ലൂമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ആണ്, ആൻഡ് സാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നമുക്ക് ആവശ്യം വരും. ആൻഡ് ആദ്യം നമുക്കിവിടെ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ കർവ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ കർവ് യൂസ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു കളറിൻ്റെ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കഴിയും. ആൻഡ് ഇവിടെ നമ്മൾ ബേസിക് കറക്ഷനിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടാബിലുള്ള സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വീഡിയോയിലുള്ള ഓവറോൾ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഡിക്രീസ് ആവും. നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും കഴിയത്തില്ല. ആൻഡ് ആ ടൈമിൽ നമുക്ക് ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ കർവ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ബ്ലൂ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ്റെ നേരെയുള്ള പിക്കർ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ബ്ലൂ കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ 3 ഡോട്ട്സ് വരുന്ന കാണാം. ഈ സെൻറ്ററിലുള്ള ഡോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത കളർ. ആൻഡ് അതിൻ്റെ 2 സൈഡിലുള്ള ഡോട്ട്സ് ബോർഡേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കളേഴ്സിൽ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ സെൻറ്ററിലുള്ള ഡോട്ട് സെലക്ട് ചെയ്തിട്ട് മുകളിലേക്ക് മാറ്റുവാണെങ്കിൽ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ആവും. ആൻഡ് താഴേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ആവും. ഓക്കെ, ഇനി എനിക്ക് ഏതെങ്കിലും ഒരു ഡോട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് റിമൂവ് ആയിക്കോളും. ആൻഡ് നമുക്ക് എല്ലാ ഡോട്ട്സും റിമൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡോട്ടിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് നമ്മൾ ഏതെങ്കിലും കളറിൻ്റെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കളർ പിക്കർ യൂസ് ചെയ്യണമെന്നില്ല. അതിന് പകരം ആ കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. സോ എനിക്ക് ഈ ബ്ലൂ കളർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം 2 ഡോട്ട്സ് സെലക്ട് ചെയ്യുവാണ്. ഇനി നമ്മളിവിടെ ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് കളർ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ കളർ പിക്കർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ കളർ പിക്കർ സെലക്ട് ചെയ്തിട്ട് ബ്ലൂ കളർ സെലക്ട് ചെയ്യുവാണ്. ദെൻ കുറച്ച് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യാം. ദെൻ ഞാൻ വീണ്ടും കളർ പിക്കർ സെലക്ട് ചെയ്തിട്ട് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഗ്രീനിൻ്റെ സാച്ചുറേഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ. സോ ഇങ്ങനെ നമുക്ക് ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ കർവ് യൂസ് ചെയ്ത് ഇഷ്ടമുള്ള കളറിൻ്റെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ഹ്യൂ വേഴ്സസ് ഹ്യൂ കർവ് ആണ്. ആൻഡ് ഈ കർവ് യൂസ് ചെയ്ത് നമുക്ക് കളറിനെ ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ബ്ലൂ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ പിക്കർ യൂസ് ചെയ്ത് ബ്ലൂ സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. ആൻഡ് നമ്മളിങ്ങനെ മാറ്റുമ്പോഴത്തേനും ലെഫ്റ്റിലേക്കും സൈഡിലേക്കും പോകാതിരിക്കണമെങ്കിൽ ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. ആൻഡ് ലെഫ്റ്റിലേക്കും സൈഡിലേക്കും പോകത്തില്ല. നമുക്കിങ്ങനെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു സയാൻ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രീൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഗ്രീൻ കളറോടൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു ഓറഞ്ച് കളർ സെലക്ട് ചെയ്യുവാണ്. ആൻഡ് നമുക്ക് ഈ സെലക്ഷൻ്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ ഡോട്ട്സിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് മാറ്റി കൊടുത്താൽ മതി. സോ കൂടുതൽ കളർ സെലക്ട് ആയിക്കോളും. സോ ഇങ്ങനെ നമുക്ക് ഹ്യൂ വേഴ്സസ് ഹ്യൂ കർവ് യൂസ് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ. ആൻഡ് അടുത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹ്യൂ വേഴ്സസ് ലൂമ കർവാണ്. ആൻഡ് ഈ കർവ് യൂസ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കളറിൻ്റെ ലൂമിനൻസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കഴിയും. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കളറിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ബ്ലൂ കളറിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പിക്കർ യൂസ് ചെയ്തിട്ട് ബ്ലൂ കളർ സെലക്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ആൻഡ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഇത്രയേ ഉള്ളൂ ഹ്യൂ വേഴ്സസ് ലൂമ കർവ്. നമുക്ക് ഏതെങ്കിലും ഒരു കളറിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ആൻഡ് അടുത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൂമ വേഴ്സസ് സാച്ചുറേഷൻ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ലൂമിനൻസ് യൂസ് ചെയ്ത് ലൈക്ക് ഹൈലൈറ്റ്സ്, ഷാഡോസ്, മിഡ് ടോൺസ് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കളറിൻ്റെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ഈ ഗ്രാഫിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ് സൈഡിലുള്ളത് വൈറ്റ്സ്, ദെൻ ഹൈലൈറ്റ്സ്, മിഡ് ടോൺസ്, ഷാഡോസ് ആൻഡ് ബ്ലാക്സ്. ആൻഡ് എനിക്ക് ഈ വീഡിയോയിൽ ഹൈലൈറ്റ്സിലുള്ള കളേഴ്സിൻ്റെ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ മിഡ് ടോൺസിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ദെൻ നമുക്ക് ഹൈലൈറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഇവിടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ സാച്ചുറേഷൻ ഇൻക്രീസ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ വീഡിയോയിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇവിടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലെ സാച്ചുറേഷൻ ഇൻക്രീസ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഇവിടെ കുറയ്ക്കുകയും ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ എനിക്കിവിടെ ഷാഡോസിലെയും ബ്ലാക്സിലെയും കളേഴ്സിൻ്റെ സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ മിഡ് ടോൺസിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഷാഡോയുടെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഷാഡോസിലെയും ബ്ലാക്സിലെയും കളേഴ്സ് ഡീസാച്ചുറേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഷാഡോസിലെയും ബ്ലാക്സിലെയും സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇത് മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആൻഡ് സപ്പോസ് നമുക്ക് മിഡ് ടോൺസിലെ സാച്ചുറേഷൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഷാഡോസിലും ഹൈലൈറ്റ്സിലും ഓരോ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് മിഡ് ടോൺസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇവിടെ മിഡ് ടോൺസ് കൂടുതൽ സാച്ചുറേറ്റ് ആകുന്ന കാണാം. സോ ഇത്രയേ ഉള്ളൂ ലൂമ വേഴ്സസ് സാച്ചുറേഷൻ. നമുക്ക് ലുമിനൻസ് യൂസ് ചെയ്തിട്ട് സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം.
ആൻഡ് ഇവിടെ ഫൈനലായിട്ട് കൊടുത്തിട്ടുള്ളത് സാച്ചുറേഷൻ വേഴ്സസ് സാച്ചുറേഷൻ കർവ് ആണ്. ആൻഡ് ഇത് യൂസ് ചെയ്ത് നമുക്ക് സാച്ചുറേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ വീഡിയോയിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഈ ബ്ലൂ കളർ ലെസ് സാച്ചുറേറ്റഡ് ആണ്. ആൻഡ് ഇവിടെ കുറച്ച് ഗ്രീൻ കളറൊക്കെ ആൻഡ് ഈ ഗ്രീനൊക്കെ സാച്ചുറേറ്റഡ് ആണ്. ആൻഡ് എനിക്ക് ഈ വീഡിയോയിലെ കളേഴ്സിൻ്റെ സാച്ചുറേഷൻ ബാലൻസ് ചെയ്യണമെങ്കിൽ സാച്ചുറേഷൻ വേഴ്സസ് സാച്ചുറേഷൻ കർവ് യൂസ് ചെയ്യാം. ആൻഡ് ഞാൻ ഇവിടെ സാച്ചുറേഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഓവറോൾ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ആവും. ബട്ട് എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. ഇവിടെ സാച്ചുറേഷൻ കുറഞ്ഞതിൻ്റെ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യണം ആൻഡ് കൂടിയതിൻ്റെ സാച്ചുറേഷൻ കുറച്ച് ഡിക്രീസ് ചെയ്ത് കൊടുത്ത് സാച്ചുറേഷൻ ബാലൻസ് ചെയ്യണം. ആൻഡ് ഈ സാച്ചുറേഷൻ വേഴ്സസ് സാച്ചുറേഷൻ കർവിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ് സൈഡ് ഹൈ സാച്ചുറേഷനും ആൻഡ് ലെഫ്റ്റ് സൈഡ് ലോ സാച്ചുറേഷനും. റൈറ്റ് സൈഡ് ഹൈ സാച്ചുറേഷൻ ഏരിയയും അവിടുന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേനും ലോ സാച്ചുറേഷൻ ഏരിയയും. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് മനസ്സിലാക്കാൻ വേണ്ടി, എങ്കിലും ഞാൻ മാക്സിമം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആൻഡ് ഞാൻ ഈ കർവിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് സാച്ചുറേഷൻ കൂടിയ ഏരിയയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടോ, സാച്ചുറേഷൻ കൂടിയ കളേഴ്സിൻ്റെ സാച്ചുറേഷൻ കുറച്ചുകൂടെ കൂടിയിരിക്കുന്ന കാണാം. ആൻഡ് ഞാൻ ഈ ലോ സാച്ചുറേഷൻ ഏരിയയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സാച്ചുറേഷൻ കുറഞ്ഞിരിക്കുന്ന കാണാം. ആൻഡ് ഇവിടുത്തെ സാച്ചുറേഷൻ എല്ലാം കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ്. ഞാൻ സാച്ചുറേഷൻ കുറഞ്ഞ ഏരിയയുടെ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ കളേഴ്സിൻ്റെ സാച്ചുറേഷൻ ഇൻക്രീസ് ആവും. ആൻഡ് സാച്ചുറേഷൻ കൂടിയ ഏരിയയിലെ കളേഴ്സിൻ്റെ സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ആ കളേഴ്സിൻ്റെ സാച്ചുറേഷൻ കുറയും. ആൻഡ് എനിക്കിവിടെ സാച്ചുറേഷൻ ബാലൻസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ സാച്ചുറേഷൻ കുറഞ്ഞ ഏരിയയുടെ സാച്ചുറേഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്യണം ആൻഡ് കൂടിയ ഏരിയയിലെ സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് സാച്ചുറേഷൻ കുറഞ്ഞ ഏരിയയിലെ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ആൻഡ് സാച്ചുറേഷൻ കൂടിയ ഏരിയയിലെ കുറച്ച് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ. ആൻഡ് ഇത് കറക്റ്റായിട്ട് ഒരു എക്സാമ്പിൾ അല്ല, ബട്ട് യു ഗെറ്റ് ദ പോയിന്റ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കർവ്സിലുള്ള RGB കർവ്സിനെ കുറിച്ചും ഹ്യൂ സാച്ചുറേഷൻ കർവ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ആൻഡ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കർവ്സ് യൂസ് ചെയ്ത് എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാൻ നോക്കാം. ആൻഡ് ആ എപ്പിസോഡ് കാണാൻ വേണ്ടി റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് പ്രീവിയസ് എപ്പിസോഡ് കാണാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.